ബീച്ച് കണ്ട സന്തോഷത്തിൽ ഞാനും എൻ്റെ കസിനും ചെറുതായിട്ടൊന്ന് റൊമാൻറ്റിക് ആയിപ്പോയി. റൊമാൻറ്റിക് കൂടിപ്പോയോ എന്ന ഡൗട്ട് ഉണ്ടായിരുന്നു. തിരിഞ്ഞിന്ന് കൈയൊക്കെ പൊക്കി കടലിൽ നോക്കിയെന്ന ഭയങ്കര രസമാണെന്ന് എൻ്റെ വിചാരം. പിന്നെ വീഡിയോ എടുത്ത് നോക്കുമ്പോഴാണ് ഒരു രസമില്ലാന്ന് തോന്നിയത്. പാൻറ്റൊക്കെ പൊക്കി വെച്ച് ഒരുമാതിരി വെള്ളപ്പൊക്കത്തിൽ നിൽക്കുന്നവരുണ്ടേനു എന്നെ കാണാൻ. വെള്ളം നനയരുത് എന്ന് പറഞ്ഞു വെച്ച് പോയ എന്നെ വെള്ളം നനക്കാൻ നോക്കുക. എന്താ ഇപ്പോളെ മൈൻഡ്? തുള്ളാരം ചാടാനുള്ള കഴിവുണ്ടായതുകൊണ്ട് അതിസാഹസികമായി ഞാനേ ഇന്ന് രക്ഷപ്പെട്ടു. പിന്നെ കണ്ണിന് കുളിർമ തരുന്നൊരു കാഴ്ചയായിരുന്നു. കപ്പിൾസൊക്കെ അവിടെ ഫുള്ള് ലൈറ്റ് വാങ്ങി ക്യൂട്ടാവുക. അത് കണ്ടിട്ട് സഹിക്കാണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കളിക്കുമ്പോൾ റിംഗ് ലൈറ്റ് ഒക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കറങ്ങുന്നത്. എന്താ അപ്പം അത്? ഞങ്ങളെപ്പോലെ റിംഗ് ലൈറ്റ് ഒറ്റക്കാന്ന് പറഞ്ഞപ്പോൾ ഒരു സന്തോഷം. പിന്നെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് പോയി. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ബൈറ്റ് എല്ലാം ഞാൻ തന്നെയാണ് ഇടുന്നത്. ഞാൻ ഈ കാണിക്കുന്ന എക്സ്പ്രഷൻ ഒന്നും ആ ടേസ്റ്റ് ഒന്നും ആ ഫുഡിനൊന്നും ഇല്ലേനു. ഉച്ചക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ കോഴിക്കോട് ബീച്ചിൽ നിന്ന് നല്ല ഫുഡ് വെച്ചിട്ട് പോകണമെന്നതിനും ആഗ്രഹം. അവസാനം കുറച്ച് സാധനങ്ങൾ ഇഷ്ടപ്പെട്ട് കുറച്ച് സാധനങ്ങൾ അല്ലാണ്ട് പിന്നെ തണുപ്പോടെ കൊടുക്കും ഗൈസ് കടികൾ. അതിൻ്റെ അടുക്ക് ഒരു മാമൻ വന്നിട്ട് പഴിച്ചു നോക്കിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാച്ചു. എന്നിട്ടുണ്ട് എന്നോട് ടെൻഷൻ ഉണ്ടോ, എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന്. നോക്കുമ്പോൾ എൻ്റെ കസിനോ മാമനും കുറേ പറഞ്ഞ് അടി ഉണ്ടാക്കാൻ തുടങ്ങി. ഓരവിടെ അടി ഉണ്ടാക്കട്ടെ വെച്ചിട്ട് ഞാൻ മാമൻ്റെ ഫോൺ വാങ്ങി എന്നെ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത്. അതിൻ്റെ അടുക്ക് പിന്നെയും കുട്ടികളെ പറ്റിക്കാനുള്ള ഓരോന്ന്. പിന്നെ നമ്മൾ നേരെ റൈഡ് കയറാൻ പോയി. കുട്ടികളെ മനസ്സായോട്ടോ ഇങ്ങനെ ഓടുന്നത്. ഞാൻ പിന്നെ നോക്കുമ്പോൾ ഒരു റൈഡിൽ ഒരു വികാരം ഇല്ലാണ്ട് ഒരു ചെക്കൻ ഇങ്ങനെ പോവുക. ഓനിപ്പോൾ തന്നെ പൈസ കൊടുത്ത് അതിനകത്ത് കയറിയെന്നാ. അങ്ങനെ ഞങ്ങൾ പിന്നെ എന്തോഞ്ഞാലിൽ കയറി. എനിക്കും എൻ്റെ കസിൻസിന് ഫസ്റ്റൊക്കെ ഫുൾ കോൺഫിഡൻസ്, പേടിക്കൂല വെച്ചിട്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കയറി അപ്പുറത്തെ സൈഡ് സിറ്റി ഇപ്പുറത്തെ സൈഡ് ബീച്ചും കണ്ടപ്പോൾ നല്ല പേടിയായിരുന്നു. പിന്നീട് ഞാൻ വലിയ ഓവറാക്കിയില്ല, നല്ല പേടിയായി. അപ്പോൾ പിന്നെ ഫോൺ നൈസിൽ എൻ്റെ കസിൻ്റെ കൊടുത്തു. പോരെ പോവാൻ ലേറ്റ് ആയിട്ടും പോരെ പോവാത്തതിന് അമ്മായി തെറ്റിയിട്ട് റൈഡിലൊന്നും വന്നില്ല. അപ്പം അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.